ശ്രീ ടി.പി. അഷ്റഫ് അലി, ഇപ്പോൾ ഇന്ന് കോടതിയിൽ എന്ത് സംഭവിക്കുമെന്നത് മുൻകൂട്ടി കാണുകയൊന്നും ചെയ്തിട്ടില്ല CPM. പക്ഷേ ഈ വിഷയത്തിൻ്റെ ഗൗരവം CPM ഉൾക്കൊണ്ടിട്ടുണ്ട്, സർക്കാർ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും തെളിഞ്ഞ ഉദാഹരണമാണ് അവർ 4 or 5 ഭരണഘടനാ സംരക്ഷണ മഹാസമ്മേളനങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ മനസ്സിലാക്കൽ ശരിയാണെങ്കിൽ കോഴിക്കോടാണ് ആദ്യം, അത് അടുത്ത ദിവസം തന്നെയാണ്, 21-ാം തീയതിയോ മറ്റോ, 2 ദിവസത്തിനകം. പിന്നെ അതുപോലെ തന്നെ കണ്ണൂർ, മലപ്പുറം, കൊല്ലം, എല്ലായിടത്തും മുഖ്യമന്ത്രി എത്തുകയാണ്. എല്ലാ മതനിരപേക്ഷ മനസ്സുകളെയും ഏകോപിപ്പിക്കുക, അങ്ങനെ വലിയൊരു പ്രതിരോധത്തിൻ്റെ സാധ്യതയിലേക്ക് പോവുക. ഇതാണൊരു മുൻകൈ. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു വിഭാഗം രണ്ടാം പൗരന്മാരാകില്ല എന്ന ചേർത്ത് പിടിക്കൽ. ഇങ്ങനെയൊക്കെ CPM മുൻകൈ എടുക്കുമ്പോൾ ലീഗായാലും ലീഗിൻ്റെ അണികളായാലും കേരളത്തിലെ ആശങ്കപ്പെടുന്ന, നിങ്ങൾ പറയുന്ന മതന്യൂനപക്ഷം, ആ വിഭാഗമായാലും അതിനെ എങ്ങനെയാണ് കാണേണ്ടത്, എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത്? ഈ രാജ്യത്ത് ഇതുപോലെയൊരു നിയമം നടപ്പിലാക്കുമ്പോൾ BJP ഒഴികെയുള്ള എല്ലാ മതേതര കക്ഷികളും അതിശക്തമായി ഈ ഇത്തരം നിയമങ്ങൾക്കെതിരെ, ഇത്തരം നടപ്പിലാക്കലുകൾക്കെതിരെ രംഗത്ത് വരണമെന്നുള്ളത് തന്നെയാണ്. അത് എല്ലാ കക്ഷികളും വരുന്നുണ്ട് എന്നുള്ളതും സ്വാഗതാർഹമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, കൊല്ലം, ഈ വിഷയത്തിൽ ഇവിടെയൊക്കെ ഈ റാലിയും ഈ സമ്മേളനവും വിജയിപ്പിക്കേണ്ടത് CPM-ന്റെ മാത്രം ബാധ്യതയാണോ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാത്രം ബാധ്യതയാണോ? അല്ല, ഇവിടെ വേണു റാലി നടത്തുക, അത് പ്രചരണം നടത്തുക എന്നുള്ളത് ഇതിൻ്റെ ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റിന് വേണ്ടിയിട്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിലേക്കല്ല ഞാൻ പോകുന്നത്. ഞാൻ ഈ ചർച്ചയുടെ സ്പിരിറ്റിനെ കളയുന്നില്ല. അതേസമയം സുപ്രീം കോടതിയിൽ കൃത്യമായി ഹാജരാകുകയും അവിടെ കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് CPM-ന് അല്ല, ഇവിടെ CPM-ന്റെ നിലപാട് ഇവിടെ അത്തരത്തിൽ ആരെങ്കിലും ആശങ്ക പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ. നമ്മളിവിടെ പറയുന്നത് എന്താണ്, ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ മതേതര കക്ഷികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും CAA, NRC ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള ഡ്രാക്കോണിയൻ നിയമങ്ങൾക്കെതിരെ അതിശക്തമായി നിലപാടെടുത്തിട്ടുള്ളവരാണ്. അതിലൊന്നും ആർക്കും തർക്കമില്ല. അതേസമയം ഇപ്പോൾ വേണു ചോദിച്ചതിൻ്റെ ഒരു അതിന് അകത്തുള്ള ചോദ്യം എന്ന് പറയുന്നത് അത് ഈ തെരഞ്ഞെടുപ്പിൽ നെഗറ്റീവായി UDF-നെ ബാധിക്കുമോ എന്ന സൂചനയിലാണല്ലോ ഉള്ളത്. പക്ഷേ അങ്ങനെയുള്ള ഒരു ആശങ്കയ്ക്ക് മുഖ്യമന്ത്രി എന്നല്ല ആര് തന്നെ വന്ന് ഇതിൻ്റെ പേരിൽ എന്തെല്ലാം റാലികൾ നടത്തിയാലും അത്തരത്തിലുള്ള ഒരു ആശങ്കയും ഞങ്ങൾക്കില്ല. കാരണം ഈ വിഷയം വന്ന സമയത്ത് 2019-ലാണെങ്കിലും ഇപ്പോൾ 2024-ലാണെങ്കിലും ഈ നിയമത്തെ എതിർത്തുകൊണ്ട് കരക്കമ്പിയുണ്ട്. CAA ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിൻവലിക്കുമെന്ന്. അത് ആ പ്രകടന പത്രികയിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്താണ് സംശയം? ഈ ഒരു സംശയമില്ലല്ലോ. CAA അറബിക്കടലിൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായ പ്രചരണങ്ങൾ നടത്തി ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് റാലി എന്ന് മാത്രമല്ല അതിനുവേണ്ടി മാത്രമായി പരിപാടികൾ നടത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഈ സംഘപരിവാറിനെതിരെ ഇന്ത്യയുടെ എല്ലാ മുക്കുമൂലകളിലും എത്തിയ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് CAA-ക്കെതിരെ അതിശക്തമായി നയിക്കുമ്പോൾ CAA ഇനി ഈ BJP ഇതര ഒരു സർക്കാർ വന്നാൽ ഇന്ത്യയിൽ നടപ്പിലാകുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നേരത്തെ നിങ്ങൾ പറഞ്ഞ എല്ലാ ആശങ്കകളും അതിന് പരിഹാരമായിട്ടുള്ള ലിജു പറഞ്ഞതുപോലെ BJP-യെ